ദ ചോസൻ വെബ് സീരീസ് മഗ്ദലേന മറിയത്തെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു പൊസസ്ഡ് ആയിട്ടുള്ള സ്ത്രീ ആയിട്ടാണ്. അവരെ സുഖപ്പെടുത്താൻ വേണ്ടി നിക്കോദെമസ് പോകുന്നുണ്ട്. പക്ഷേ അയാൾ തോറ്റ് തിരിച്ചു വന്നിട്ട് സാൻഹെദ്രിന് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇത് മനുഷ്യരെ കൊണ്ട് അസാധ്യമാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാൻഹെദ്രിൻ നിക്കോദെമസിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു മിറക്കിൾ നടന്നു, അവൾ സുഖപ്പെട്ടു. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ നേരിട്ട് ഈ മഗ്ദലേന മറിയത്തിനടുത്ത് തന്നെയാണ്. എന്നിട്ട് ചോദിക്കും, ഞാനാണ് നിന്നെ സുഖപ്പെടുത്താൻ വന്നത്. അപ്പോൾ അവൾ പറയും, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ പോകുന്നതിന് ശേഷം എന്താ സംഭവിച്ചേ? അപ്പോൾ പറയും, നിങ്ങളല്ല എന്നെ സുഖപ്പെടുത്തി, പിന്നെ ആരാ സുഖപ്പെടുത്തി? അവൻ എന്നെ മേരി എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവൻ്റെ ആണെന്ന്. ആൻഡ് ഐ ആം റെഡീംഡ്. നിക്കോദെമസ് ചോദിച്ചു, അപ്പോൾ അതങ്ങനെ ശരിക്കും സംഭവിച്ചു? അങ്ങനെ സംഭവിച്ചു. അപ്പോൾ അവൻ്റെ പേരെന്താണ്? എനിക്കവൻ്റെ പേരറിയില്ല. എനിക്ക് ഇത്ര മാത്രം അറിയാം, ഐ വാസ് വൺ വേ ആൻഡ് നൗ ഐ ആം കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ആൻഡ് ദ തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ വാസ് ഹിം. എനിക്കൊന്നു മാത്രം അറിയാം, നേരത്തെ എൻ്റെ ജീവിതം വഴി പിഴച്ചതായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി വേറെ ആളാണ്. ഇതിനിടയ്ക്ക് സംഭവിച്ചത് അവനാണ്. ഇതിനിടയ്ക്ക് സംഭവിച്ചത് ക്രിസ്തുവാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഉയർത്തെഴുന്നേറ്റ് ഈശോ മുന്നിൽ വന്ന് നിന്നിട്ടും മറിയം തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഈശോ അവളെ വിളിച്ചു, മേരി. അവൾ വീണ്ടും തിരിച്ചറിവിലേക്ക് വരാണ്. മറിയത്തിൻ്റെ ജീവിതം രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാൽ അതിനിടയിൽ സംഭവിച്ച കാര്യം അത് ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതം ഒന്ന് കീറി മുറിച്ചിട്ട് നോക്കുക. നമുക്കും പറയാൻ പറ്റുമോ, ദ തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ബിറ്റ്വീൻ ഈസ് ഹിം. അത് ക്രിസ്തുവാണ്.